കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ റൂറൽ വൈബ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റൂറൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വൈബ് എന്ന് നമ്മൾ ഇപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് വൈബ് അല്ലേ. ഒരു ഗ്രാമത്തിൻ്റെ വൈബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വൈബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണമായ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ റൂറൽ വൈബ്സ് ഗ്രാമീണമായ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഫീലിംഗ്, ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഫീലിംഗ് ലഭിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഗ്രാമീണ അന്തരീക്ഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ആ റൂറൽ വൈബ്. നമുക്ക് ഒരുപാട് ഫാർമേഴ്സിനെ കാണാം അല്ലേ. ഒരു പാഡി കൾട്ടിവേഷൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ പാഡി ഗ്രെയിൻസ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് വൈക്കോലുണ്ട്, പിന്നെ കാറ്റിലുണ്ട്, കാള പൂട്ടുന്ന ഒരു ചിത്രം അല്ലേ. പിന്നെ ക്രെയിൻസ് ആർ കമ്മിങ് ടു ലാൻഡ് ഓൺ ദി ഫീൽഡ്. ആ ഒരു ഫീൽഡിൽ പാടത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ന്ന് പറന്ന് വരുന്ന ക്രെയിൻസിനെ നമുക്ക് കാണാം, കൊക്കുകളെ നമുക്ക് കാണാം. പാഡി, ഇവിടെയൊക്കെ നമുക്ക് പാഡി കാണാം. അപ്പോൾ നല്ല ഒരു റൂറൽ വൈബ് തരുന്ന ഒരു പിക്ചർ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളതും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്കാരം എന്നുള്ള മീനിങ് ആണ്. നമ്മൾ പറയാറുണ്ട് സംസ്കാരം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആദ്യം നമ്മൾ സംസ്കാരത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നുമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചറിൻ്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ഈസ് അഗ്രികൾച്ചർ, കൃഷി. അപ്പോൾ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന ഒരു കോട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിൽ ഡുറാൻഡ് ആണ്. അപ്പോൾ വിൽ ഡുറാൻഡിൻ്റെ ഈ ഒരു കോട്ടാണ് നമുക്ക് ഈ പിക്ചറിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന അഗ്രികൾച്ചറിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് നേരത്തേതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ പിക്ചറിൽ നമ്മൾ പിന്നെ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മെഷീനറീസ് ഒന്നും ഇല്ലാതെ പണിക്കാർ നിന്ന് ഓരോ പണികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹൗസ് കാണാം, ഒരു കോക്കനട്ട് ട്രീയും കാണാം. വേറെ എന്തെങ്കിലും ക്രോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? വിളകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭൂമി, ഇതുപോലെയുള്ള തരിശു ഭൂമിക്ക് നമ്മൾ നമ്മുടെ റബേക്കയുടെ യൂണിറ്റിൽ ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ബാരൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ, തരിശു ഭൂമി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല ക്രോപ്സൊക്കെ, നല്ല വിളകളൊക്കെ, മണ്ണൊക്കെ നന്നായിട്ട് ഉഴുതു മറിച്ച് നമുക്കിവിടെ എന്ത് ചെയ്യാം? നല്ല വിളകളൊക്കെ കൃഷി ചെയ്യാം അല്ലേ. വി ക്യാൻ സ്റ്റാർട്ട് ഫാമിങ് ഹിയർ. അഗ്രികൾച്ചർ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മൾ അടുക്കളത്തോട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ ഇവിടെയൊക്കെ സ്ഥലം ധാരാളം ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട്? വി ക്യാൻ സീ എ ഹൗസ്, എ കോക്കനട്ട് ട്രീ ആൻഡ് എ ബാരൻ ലാൻഡ് അറൗണ്ട്. നമുക്ക് ചുറ്റും ഒരു ബാരൻ ലാൻഡ് കാണാം. ആൻഡ് എന്താണ്, ഇവിടെ കുറേ ട്രീസൊക്കെ ആകെ ഡ്രൈ ആയിട്ടുള്ള കുറേ ട്രീസ് കാണാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? നിങ്ങൾ ഈ ഹൗസിന് അരികെയുള്ള, ബിസൈഡ് എന്ന് പറഞ്ഞാൽ തൊട്ടരികെ എന്നുള്ള മീനിങ് ആണ്. ഈ ഹൗസിന് അരികെയുള്ള ബാരൻ ലാൻഡ് നിങ്ങൾ കണ്ടോ? ഈ ഒരു ബാരൻ ലാൻഡ് നിങ്ങൾ കണ്ടില്ലേ? ഡോണ്ട് യു സീ എന്നാണ്, നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഇവിടെ ബാരൻ ലാൻഡ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ബാരൻ ലാൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഇത്തരം പ്ലേസസ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം? നമുക്ക് എന്തൊക്കെ ചെയ്യാം? വി ക്യാൻ പ്ലാന്റ് ഡിഫറെൻറ്റ് ക്രോപ്സ്, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ നമുക്ക് ഗാർഡൻസ് സെറ്റ് ചെയ്യാം. എല്ലാം നമുക്കിവിടെ ചെയ്യാം. പിന്നെ ചെറിയ ആനിമൽസിനെയൊക്കെ വളർത്തുന്ന കുഞ്ഞു കുഞ്ഞു ഫാം, കോഴിക്കൂട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ബാരൻ ലാൻഡ് എലൈവ് ആക്കാം അല്ലേ? നെക്സ്റ്റ്, കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. ഈ ലാൻഡിൽ കൾട്ടിവേഷൻ നടത്തുന്നത് നമുക്ക് എന്താണ്, ഒരു വെൽക്കം സ്റ്റെപ്പ് ആണ്. ഇത്ര ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വെൽക്കം സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാം. ലാൻഡിൽ കൃഷിക്ക് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, നിലമൊക്കെ ഒരുക്കി അവിടെ കൃഷി ചെയ്യാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ സ്ഥലത്ത് എന്തൊക്കെ ക്രോപ്സ് ആണ്, എന്തൊക്കെ വിളകളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ പ്രദേശത്തുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രദേശങ്ങളിൽ വെജിറ്റബിൾസ് ഉണ്ടാവാം, ചിലപ്പോൾ എന്താണ്, അതുപോലെ മറ്റു പല സാധനങ്ങളും നമുക്ക് പറയാൻ പറ്റും. വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെയും ലൊക്കാലിറ്റിയിൽ എന്തൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയുക. ഇനി നമ്മൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ, പാറു, ഹു ലവ്ഡ് ദ പാഡി ഫീൽഡ്സ്. പാഡി ഫീൽഡ് അതായത് നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു പാറു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും അല്ലേ? സീഡ് ആൻഡ് സോയിൽ. ഹർ നെയിം വാസ് പാർവതി. അവളുടെ പേര് പാർവതി എന്നാണ്. ഹർ ഫോക്സ് ആൻഡ് നൈബേഴ്സ് കോൾഡ് ഹർ പാറു. അവളുടെ നാട്ടുകാരും നൈബേഴ്സ് അയൽക്കാരും ഒക്കെ അവളെ പാറു എന്നാണ് വിളിച്ചിരുന്നത്. ഫോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തക്കാരെന്നോ മറ്റുള്ള ജനങ്ങൾ, നാട്ടുകാരെന്നോ ഒക്കെ ഉള്ള മീനിങ് ആണ്. ദർ വർ പാഡി ഫീൽഡ്സ് ഓൾ അറൗണ്ട് ഹെർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും എന്താണ്, പാഡി ഫീൽഡ്സ് ഉണ്ടായിരുന്നു, അതായത് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. നെൽപ്പാടത്തിൻ്റെ ഒക്കെ നടുക്കാണ് നമ്മുടെ പാർവതി അല്ലെങ്കിൽ പാറുവിൻ്റെ വീട്. ഷീ ലവ്ഡ് ദ ഫീൽഡ്സ്, ദ ട്രീസ് ആൻഡ് ദ പ്ലാന്റ്സ്. പാറുവിന് ട്രീസ് ഇഷ്ടമാണ്, ആ നെൽപ്പാടങ്ങൾ ഇഷ്ടമാണ്, ചെടികളെല്ലാം ഇഷ്ടമാണ്. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദ ലിവിങ് തിങ്സ് അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ എന്ത് ചെയ്യുമായിരുന്നു, കെയർ ചെയ്യുമായിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റെയർ ഡിസീസ് ഇയേഴ്സ് എഗോ. പാറുവിൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുൻപ് ഒരു റെയർ ഡിസീസ്, വളരെ എല്ലായിടത്തും കാണപ്പെടാത്ത ഏതോ ഒരു തരം അസുഖം ബാധിച്ച് മരിച്ചു പോയതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. പാറു റിയലി മിസ്ഡ് ഹർ മദർ വെരി മച്ച്. പാറുവിന് അവളുടെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഷീ ഓഫൻ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ. അവൾ അമ്മയുടെ വാക്കുകൾ എപ്പോഴും റിമെമ്പേഴ്സ്, ഓർക്കും. നേച്ചർ ഈസ് അവർ മദർ. പ്രകൃതിയാണ് നമ്മുടെ അമ്മ അല്ലേ? പ്രകൃതി നമ്മുടെ അമ്മയാണ് എന്ന അമ്മയുടെ വാക്കുകൾ പാറു എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട്. പാറൂസ് ഫാദർ വുഡ് ഓഫൻ കൺസോൾ ഹർ, നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. പാറുവിൻ്റെ ഫാദർ അവളെ ആശ്വസിപ്പിക്കും. എപ്പോഴും അവളങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ അവളെ എന്ത് ചെയ്യും, കൺസോൾ, ആശ്വസിപ്പിക്കും. എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്? നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ. അമ്മ പോയി എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്, അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഷീ ഈസ് വിത്ത് അസ് അല്ലേ? അമ്മ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ എപ്പോഴും സമാധാനിപ്പിക്കും. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവ്രിതിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ചിയർഫുൾ. പാറുവിൻ്റെ ഗ്രാൻഡ് മദർ അവളുടെ കൂടെ താമസിക്കുന്നുണ്ട്. ഗ്രാൻഡ് മദർ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ചിയർഫുൾ, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഷീ ഫോളോഡ് ഹർ ലൈക്ക് എ ഷാഡോ. പാറുവിൻ്റെ ഗ്രാൻഡ് മദർ പാറുവിനെ ഒരു നിഴൽ പോലെ എപ്പോഴും പാറുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പാറു ലവ്ഡ് ഹർ ഗ്രാൻഡ് മദർ വെരി മച്ച്. പാറുവിന് അവളുടെ ഗ്രാൻഡ് മദറിനെ വളരെ ഇഷ്ടമാണ്. ഷീ കോൾഡ് ഹർ എച്ചുവമ്മ. അപ്പോൾ പാറു ഗ്രാൻഡ് മദറിനെ വിളിക്കുന്നത് എന്താണ്?
യച്ചു അമ്മ എന്നാണ്. ഓക്കെ, ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. ഇതാര് പറയുന്നതാണ്? ഫാദർ പാറുവിനോട് പറയുന്നതാണല്ലേ. വൈ ഡിഡ് പാറൂസ് ഫാദർ സേ സോ? എന്തുകൊണ്ടാണ് പാറുവിൻ്റെ ഫാദർ ഇങ്ങനെ പറയുന്നത്? ഫാദർ വോണ്ട് ടു കൺസോൾ അമ്മു അല്ല പാറു. ഫാദർ വോണ്ട് ടു കൺസോൾ പാറു ആൻഡ് ഹെർ മദർ ടോൾഡ് ഹെർ ദാറ്റ് എന്താണ് പ്രകൃതി നേച്ചർ. വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേർണി ഫാർ എവേ. ഒരു നല്ല ബ്രൈറ്റ് ഡേ, നല്ല മഴക്കാറൊന്നും ഇല്ലാത്ത, ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഒരു ദിവസം പാറൂസ് ഫാദർ വെൻറ്റ് ഓൺ എ ജേർണി ഫാർ എവേ, ദൂരേക്കൊരു യാത്ര തിരിച്ചു. ടുഡേ ഐ ഷാൾ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. പാറു ആ സമയം പാറുവിനോട് തന്നെ പറയാണ്, ടുഡേ ഐ ഷാൾ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദ ഫീൽഡ്സ്. ഇന്ന് ഞാൻ പാടത്തേക്ക് ഗ്രാൻഡ്മയെയും കൂട്ടി പോവാം. എനിക്കിന്ന് ഗ്രാൻഡ്മയെയും കൂട്ടി വേണം ഞാൻ എവിടേക്ക് പോവാൻ? ഫീൽഡിലേക്ക് പോവണം. ഷീ അപ്രോച്ച്ഡ് ഹെർ ഗ്രാൻഡ്മ. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഷീ അപ്രോച്ച്ഡ്, അവൾ സമീപിച്ചു, ഹെർ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് ചെന്നു. യച്ചു അമ്മ വാസ് സിറ്റിംഗ് ഓൺ ദി വരാന്ത. ആ സമയത്ത് യച്ചു അമ്മ അവിടുത്തെ വീട്ടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. വൈ ഡോണ്ട് വി ഗോ ടു ദ ഫീൽഡ്സ് ടുഡേ, പാറു ആസ്ഡ്. എന്താ നമ്മൾ ഇന്ന് ഫീൽഡിലേക്ക് പോകാത്തത്, പാടത്തേക്ക് പോകാത്തത്? പാറു ചോദിക്കുകയാണ്. ഷുവർ ലെറ്റ്സ് ഗോ. യച്ചു അമ്മ പറയാണ് ഷുവർ, തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, പോവാലോ. യച്ചു അമ്മ മറുപടി പറഞ്ഞു. വിത്തൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവാർഡ്സ് ദ ഫീൽഡ്. വേറെ വർത്തമാനമൊന്നും ഇല്ലാതെ, വേറെ ഒരു സംസാരത്തിലൊന്നും നിൽക്കാതെ അവരെന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ടുവാർഡ്സ് ദ ഫീൽഡ്. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ, അവർ ഫീൽഡിന് നേരെ നടക്കാൻ തുടങ്ങി. നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഫീൽഡൊക്കെ കാണാം അല്ലേ. നല്ല പാഡി ഫീൽഡ് ഉണ്ട്, പിന്നെ കുറേ ട്രീസ് ഉണ്ട്, നല്ല ഹിൽസൊക്കെ കാണാം, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, നല്ലൊരു ഗ്രീനറിയാണ് അല്ലേ. They stood at the edge of the field and looked out at the vast stretch of paddy fields. They stood at the edge of the field. ഫീൽഡിൻ്റെ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് looked out at the vast stretch of paddy fields. വിശാലമായി പരന്ന് കിടക്കുന്ന എന്താണ് പാഡി ഫീൽഡ് അവർ നോക്കുകയാണ്. അവർ നോക്കി. വാസ്റ്റ് സ്ട്രെച്ച്, വിശാലമായി പരന്ന് കിടക്കുന്ന പാഡി ഫീൽഡ് അല്ലേ. ഇറ്റ് വാസ് കവേർഡ് വിത്ത് മഡി വാട്ടർ. ആ ഫീൽഡ് മുഴുവൻ മഡി വാട്ടർ, ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എ വാം ബ്രീസ് മെയ്ഡ് റിപ്പിൾസ് ഓൺ ദി സർഫസ്. ആ ഒരു ഇളം ചൂടുള്ള ഒരു ബ്രീസ്, കാറ്റ്, മെയ്ഡ് റിപ്പിൾസ് ഓൺ ദി സർഫസ്, ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കി. ആ വെള്ളത്തിൻ്റെ മഡി വാട്ടറിൻ്റെ സർഫസിൽ മുകൾ ഭാഗത്ത് ഓളം, റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞോളങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, റിപ്പിൾസ് ഉണ്ടാക്കി. ദ എയർ വാസ് എലൈവ് വിത്ത് ദ കോൾ ഓഫ് ബേർഡ്സ്. എയർ എന്താണ്? പക്ഷികളുടെ ശബ്ദം കൊണ്ട് എയറൊക്കെ എലൈവാണ്. എ റോ ഓഫ് മെൻ ആൻഡ് വിമിൻ വെർ പ്ലാന്റിങ് ദ പാഡി സീഡ്ലിങ്സ്. എ റോ ഓഫ് മെൻ, ഒരു എന്താണ് വരിയിൽ മെന്നും വിമിൻ, ഇത് വിമിൻ എന്നാണ് വായിക്കുന്നത്. വുമൺ എന്നുള്ളതിൻ്റെ പ്ലൂരൽ ഫോമാണ് വിമിൻ. ഓക്കെ. എ റോ ഓഫ് മെൻ ആൻഡ് വിമിൻ വെർ പ്ലാന്റിങ് ദ പാഡി സീഡ്ലിങ്സ്. ഒരു മെന്നും വിമിനും എന്താണ്? പാഡി സീഡ്ലിങ്സ് ഇങ്ങനെ പ്ലാന്റ് ചെയ്യാണ്. നമ്മൾ ഞാറ് നടുക എന്നൊക്കെ പറയില്ലേ, ഞാറിനാണ് നമ്മൾ പാഡി സീഡ്ലിംഗ് എന്ന് പറയുന്നത്. പാഡിയുടെ തൈച്ചെടിയാണല്ലോ ഞാറ്. അപ്പം ഞാറ് നടുകയാണ്. ദേ വർ ഹമ്മിങ് ആൻ ഓൾഡ് ഫോക്ക് സോങ്. അവർ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. അവരൊരു പാട്ട് പാടുന്നുണ്ട്, ഓൾഡ് ഫോക്ക് സോങ്, പഴയ ഒരു നാടൻ പാട്ട്. ഇപ്പം നമ്മൾ മലയാളത്തിലൊക്കെ ഞാറ്റുപാട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പാഡി സീഡ്ലിങ്സ് പ്ലാന്റ് ചെയ്യുന്നത്. ഗ്രാൻഡ്മ ലെറ്റ്സ് ജോയിൻ ദം സെഡ് പാറു. ഗ്രാൻഡ്മയോട് പറയാണ്, ലെറ്റ്സ് ജോയിൻ ദം, നമുക്ക് അവരുടെ കൂടെ കൂടിയാലോ.
പാറു ഹെൽഡ് ഗ്രാൻഡ്മാസ് ഹാൻഡ് ലവിംഗ്ലി ആസ് ദേ വെന്റ് ഡൗൺ ഇൻ ടു ദ ഫീൽഡ്. പാറു സ്നേഹത്തോടെ ഗ്രാൻഡ്മയുടെ കയ്യ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഫീൽഡിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഗ്രാൻഡ്മയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതാ നമുക്ക് ഈ പിക്ചറിൽ കാണാം. ഇനി അതിൻ്റെ താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാറു നെവർ ഫെൽറ്റ് ലോൺലിനെസ്. വാട്ട് കുഡ് ബി ദ റീസൺ? നമുക്കറിയാം അല്ലേ, പാറുവിൻ്റെ കൂടെ എപ്പോഴും ഗ്രാൻഡ്മ ഒരു ഷാഡോ ആയിട്ട് ആരുണ്ട്? ഗ്രാൻഡ്മ ഉണ്ട്. സോ ഷീ നെവർ ഫെൽറ്റ് ലോൺലിനെസ്. പിക്ക് ഔട്ട് 2 sentences from the text that describe the field. ഫീൽഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 സെൻറ്റൻസസ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്നും കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പേജ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പേജ് അല്ലേ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. മെൻ ആൻഡ് വിമൻ ആർ പ്ലാന്റിങ് സീഡ്ലിങ്സ് ഓഫ് പാഡി അല്ലേ? പാഡി സീഡ്ലിങ്സിന് നമ്മൾ എന്ത് പറയും? ഞാറെന്ന് പറയൂല്ലേ മലയാളത്തിൽ? അപ്പോൾ നമുക്ക് ആ പിക്ചർ കാണാം. പാറു ഈസ് ഹിയർ, ഗ്രാൻഡ്മ ഈസ് ഹിയർ, ദിസ് മേ ബി ഹർ ഫാദർ. ലെറ്റ്സ് ലുക്ക്. ദേ ജോയിൻഡ് ദ ഫാമേഴ്സ് ഇൻ പ്ലാന്റിങ് ദ സീഡ്ലിങ്സ്. ആ സീഡ്ലിങ്സ് പ്ലാന്റ് ചെയ്യാൻ അവർ ഗ്രാൻഡ്മയും പാറുവും കൂടെ ഫാർമേഴ്സിൻ്റെ കൂടെ കൂടി. ദ ഫാർമേഴ്സ് വർ ഹാപ്പി ടു സീ ദം. ആ ഫാർമേഴ്സിനൊക്കെ അവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. They began to do the work with added enthusiasm. അവർ വളരെ enthusiasm എന്ന് പറഞ്ഞാൽ അവർ താല്പര്യത്തോടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. Now Paru looked at the grandmother. പാറു ഗ്രാൻഡ്മദറിനെ ഒന്ന് നോക്കി. She noticed that എച്ചു അമ്മ was tired. അവളത് ഗ്രാൻഡ്മയെ നോക്കിയപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. എന്ത്? എച്ചു അമ്മ was tired. എച്ചു അമ്മ ടയേർഡായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. The girl asked her if she would fetch an umbrella. അങ്ങനെ നമ്മുടെ പാറു എച്ചു അമ്മേനോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് കൊണ്ടുവരണമെന്നാണ്? ഒരു അംബ്രല്ല എടുത്തു കൊണ്ടുവരണോ? വിത്ത് എ സ്മൈൽ ദ ഗ്രാൻഡ് മദർ ഡിക്ലൈൻഡ് ദ ഓഫർ. ചിരിച്ചുകൊണ്ട് ഗ്രാൻഡ്മ നമ്മുടെ പാറുവിൻ്റെ ഓഫർ ഡിക്ലൈൻ ചെയ്തു, നിരസിച്ചു. വേണ്ട മോളെ, എനിക്ക് അംബ്രല്ലയൊന്നും വേണ്ട എന്ന് ആര് പറഞ്ഞു? ഗ്രാൻഡ് മദർ പറഞ്ഞു. ഇനി പാറു ഹെൽഡ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഫ്രെയിൽ ഹാൻഡ് ടൈറ്റ് ആസ് ദേ വാക്ക്ഡ് ത്രൂ ദി ഫീൽഡ്. പാറു ഗ്രാൻഡ്മയുടെ ഫ്രെയിൽ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബലഹീനയായ വയസ്സായ ഗ്രാൻഡ്മയല്ലേ, അപ്പോൾ കൈയൊക്കെ എന്താണ്, അധികം ബലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രെയിൽ ഹാൻഡ്, ബലഹീനമായ കൈകൾ ടൈറ്റായിട്ട് പിടിച്ചു. ആസ് ദേ വാക്ക്ഡ് ത്രൂ ദി ഫീൽഡിലൂടെ നടക്കുന്ന സമയത്ത്. ദ സൺ വാസ് ഗെറ്റിംഗ് ഹോട്ട്. സൂര്യൻ ചൂട് കൂടിക്കൊണ്ട് വരികയാണ്. എച്ചു അമ്മ നോട്ടീസ്ഡ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. എച്ചു അമ്മ പാറുവിനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്താണ്? പാറു വാസ് സ്വെറ്റിംഗ്. പാറു വിയർക്കുന്നുണ്ട്. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. മോളോട് പറയാണ്, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ്, നീ ഇവിടെ ഇങ്ങനെ നിന്നാൽ നിനക്ക് എന്ത് പറ്റും? കോൾഡ്, ജലദോഷം പിടിക്കും. യു നോ ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ്, ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. എനിക്കെന്താണ്, ഈ ചൂടൊക്കെ എനിക്ക് ശീലമാണ്. ഐ ആം യൂസ്ഡ് ടു ദിസ് ഹീറ്റ്, ഈ ചൂട് ഒക്കെ എനിക്ക് എന്താണ്, നല്ല ശീലമുണ്ട്, നല്ല പരിചയമുണ്ട്. യു നോ, നിനക്കറിയാമോ, ഈ ചൂടൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. ഗ്രാൻഡ് മദർ പാറുവിനോട് പറഞ്ഞു. നോ, ഐ വാണ്ട് ടു ബി വിത്ത് യു, പാറു റിപ്ലൈഡ്. വേണ്ട, ഞാൻ പോവില്ല, എനിക്ക് എന്താണ്, നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കണം. ഓ, വാട്ട് എ നോട്ടി ഗേൾ, എന്തൊരു വികൃതിയാണ് ഈ കുട്ടി. യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഗ്രാൻഡ്മ വിസ്പേർഡ് ലവിംഗ്ലി, ഗ്രാൻഡ്മ സ്നേഹത്തോടെ പറഞ്ഞു. ദേ കണ്ടിന്യൂഡ് ടു വാക്ക്, അവർ അവരുടെ നടത്തം തുടർന്നു. ഇനി ഇതിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വേർ ദ ഫാർമേഴ്സ് ഹാപ്പി? എന്തുകൊണ്ടാണ് ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഫാർമേഴ്സ് ഹാപ്പി ആയത്? അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് അവർ ഹാപ്പി ആയത്. വെൻ പാറു ആൻഡ് ഗ്രാൻഡ്മ entered to the field and began to work with them. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് അവർ ഹാപ്പി ആയത്. ഓക്കെ. സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ, എച്ചു അമ്മ ടോക്ഡ് അബൌട്ട് ഫാർമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്.
അങ്ങനെ ആ ചൂടത്ത് ഹോട്ട് സൺ എന്ന് പറഞ്ഞാൽ വെയിലുള്ള ആ ഒരു സമയത്ത് നിന്നുകൊണ്ട് എച്ചു അമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. ഫാർമേഴ്സിനെ കുറിച്ച്, അതായത് കർഷകരെക്കുറിച്ചും അവരുടെ കൃഷി ചെയ്യുന്ന രീതികളെക്കുറിച്ചുമൊക്കെ എച്ചു അമ്മ സംസാരിച്ചു. ഡു യു നോ ഹൗ ഡിയർ ദീസ് ഫാമേഴ്സ് ആർ ടു അസ്? ഈ ഫാർമേഴ്സ്, ഈ കൃഷിക്കാരെല്ലാം നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് നിനക്കറിയാമോ എന്ന് നമ്മുടെ പാറുവിനോട് എച്ചു അമ്മ ചോദിക്കുകയാണ്. Their hearts are filled with love, said എച്ചു അമ്മ. അവരുടെ ഹൃദയം മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. സെഡ് എച്ചു അമ്മ. എച്ചു അമ്മ പറഞ്ഞു, യു നോ fallen flowers, leaves and dead insects decay in the soil. അപ്പോൾ നമ്മുടെ പാറുവിനോട് എച്ചു അമ്മ ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. യു നോ, നിനക്കറിയാമോ, fallen flowers, വീഴുന്ന പൂക്കൾ, ലീവ്സ്, ഇലകൾ, ആൻഡ് ഡെഡ് ഇൻസെക്ട്സ്, ചത്ത് പോയ പ്രാണികൾ, ഡീക്കേ ഇൻ ദ സോയിൽ, മണ്ണിൽ കിടന്നിട്ട് എന്താകും, ഡീക്കേ, അഴുകും, അതായത് ചീയും. ഇറ്റ് ഈസ് ഗുഡ് മാന്യുവർ ഫോർ പ്ലാന്റ്സ്. ഇതൊക്കെ എന്താണ്, ചെടികൾക്ക് നല്ല വളമാണ്. മാന്യുവർ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച വാക്കാണ് മാന്യുവർ, അല്ലേ? മാന്യുവർ ഫോർ പ്ലാന്റ്സ്, ചെടികൾക്കൊക്കെ നല്ല വളമാണ്. ഷീ ആഡഡ്, അവൾ കൂട്ടിച്ചേർത്തു, നമ്മുടെ എച്ചു അമ്മ കൂട്ടിച്ചേർത്തു. ഷീ ബിക്കെയിം സൈലൻറ്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. കുറച്ച് സമയത്തേക്ക് എച്ചു അമ്മ ഒന്ന് സൈലൻ്റായി, എന്നിട്ട് വീണ്ടും തുടർന്നു. ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിങ് ദീസ് ഡേയ്സ്. അപ്പോൾ എന്തിനാണ് എച്ചു അമ്മ സൈലൻ്റ് ആയത്? ഈ ഒരു ഇപ്പോഴത്തെ ഒരു സമയത്തുള്ള പാഡി ഫീൽഡ്സിൻ്റെ ഡിസപ്പിയറിങ്, അതായത് പാഡി ഫീൽഡ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ബിൽഡിങ്ങുകളും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പാഡി ഫീൽഡൊന്നും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് എന്ന് നമ്മുടെ എച്ചു അമ്മ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, ആ ഒരു വിഷമം പറയുന്നത് കൊണ്ടാണ് എച്ചു അമ്മ കുറച്ച് സമയത്തേക്ക് സൈലൻ്റ് ആയത്. ഷീ സെഡ് വിത്ത് എ സൈ. നമ്മുടെ എച്ചു അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെയാണ് ഇത് പറയുന്നത്. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. എന്നിട്ട് എച്ചു അമ്മ എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ്, ഒരു കൂട്ടം പാഡി പ്ലാന്റ്സ്, നെൽച്ചെടികൾ എടുത്തു. എന്നിട്ട് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചു. ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. എന്നിട്ട് നല്ല ഒരു ഫോക്ക് സോങ്, നാടൻ പാട്ട് പാടാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ഗുഡ് മാന്യുവർ ഫോർ പ്ലാന്റ്സ്? നമ്മൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് പ്ലാന്റ്സിന്, സസ്യങ്ങൾക്ക് ഗുഡ് മാന്യുവർ ആയിട്ട് നമ്മുടെ എച്ചു അമ്മ ഇവിടെ പറഞ്ഞത്? fallen flowers, leaves and dead insects, അല്ലേ? ഇതൊക്കെ ഡീക്കേ ആവും. ഇതൊക്കെയാണ് ഗുഡ് മാന്യുവർ ഫോർ പ്ലാന്റ്സ്. ദ സ്വീറ്റ് മെലഡി എക്കോഡ് ഇൻ ദ ഫീൽഡ്. ആ സ്വീറ്റ് ആയിട്ടുള്ള മെലഡി, ആ നല്ല മധുരമുള്ള ആ ഒരു ഗാനം എക്കോഡ് ഇൻ ദ ഫീൽഡ്, ആ ഒരു പാടത്താകെ പ്രതിധ്വനിച്ചു. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സോങ്. പാറു ആ പാട്ടിൽ വളരെയധികം മുഴുകിയിരുന്ന് അതിൽ ലയിച്ചു പോയിരിക്കുകയാണ്. ആര്? പാറു. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹെർ ഫാദർ. പെട്ടെന്ന് പാറു അവളുടെ അച്ഛനെ കുറിച്ച് ഓർത്തു. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ തിരിഞ്ഞു നോക്കി. ലുക്ക്ഡ് ബാക്ക്, പുറകിലേക്ക് നോക്കി. ടുവാർഡ്സ് ഹെർ ഹോം, അവളുടെ വീടിന് നേരെ നോക്കി. വണ്ടറിങ് ഇഫ് ഹെർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. എന്താണ്? അവളുടെ അച്ഛൻ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളത് നോക്കാൻ വേണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കുന്നത്. She knew very well that he wouldn't allow his old mother to stand for so long in the sun. She knew very well, അവൾക്ക് നന്നായി അറിയാം, that he wouldn't allow his old mother to stand for so long in the sun. ഒരുപാട് സമയം വെയിലത്ത് അമ്മ നിൽക്കുന്നത് ആര് സമ്മതിക്കില്ല? ഫാദർ സമ്മതിക്കില്ല. എച്ചു അമ്മ വാസ് 68. എച്ചു അമ്മയ്ക്ക് 68 വയസ്സായിട്ടുണ്ട്. ബട്ട് ഹെർ സ്പിരിറ്റ്സ് റിമെയിൻ സ്ട്രോങ്. എന്താണ്? അവളുടെ സ്പിരിറ്റ്സ് റിമെയിൻ സ്ട്രോങ്, അല്ലേ? അപ്പോൾ എന്താണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? അവരുടെ ഒരു മാനസികമായ ഒരു ധൈര്യം, അതിനെയാണ് നമ്മൾ സ്പിരിറ്റ് എന്ന് പറയുന്നത്. റിമെയിൻ സ്ട്രോങ്, അതിപ്പോഴും എന്താണ്? സ്ട്രോങ് ആണ്. എച്ചു അമ്മ വാസ് അഗെയിൻ ബിസി വിത്ത് ദ വർക്ക്. എച്ചു അമ്മ വീണ്ടും അവരുടെ
പാഡി ഫീൽഡിലുള്ള അവരുടെ വർക്കിൽ ബിസി ആയിട്ടിരിക്കുകയാണ്. സൂൺ ഷീ ഫെൽറ്റ് എ ജെൻറ്റിൽ ടച്ച് ഓൺ ഹർ ഷോൾഡർ. പെട്ടെന്ന് അവൾക്ക് നമ്മുടെ എച്ചു അമ്മയ്ക്ക് ആരോ ബാക്കിൽ വന്ന് ടച്ച് ചെയ്യുന്നത് പോലെ തോന്നി. ഷോൾഡർ, തോളത്ത് ഒന്ന് ടച്ച് ചെയ്യുന്നത് പോലെ തോന്നി. എ ജെൻറ്റിൽ ടച്ച്, പതുക്കെ ടച്ച് ചെയ്യുന്നത് പോലെ. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. ആരാണ് അത്? പാറുവിൻ്റെ ഫാദറാണ്. ഹി ജെൻറ്റ്ലി ഹെൽഡ് ഹർ ഹാൻഡ് ആൻഡ് സെഡ്. എന്നിട്ട് പതുക്കെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ പറയാണ്, അമ്മ ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഹോട്ട്. അമ്മ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദ ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. ലെറ്റ്സ് ഗോ ഹോം. വളരെ ഈ സമയത്ത് ഇത്രയും സമയം ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ യു വിൽ ബി ടോട്ടലി എക്സോസ്റ്റഡ്. നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചു പോകും. ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ബട്ട് യെച്ചു അമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ ആൻഡ് റിപ്ലൈഡ്. യെച്ചു അമ്മ പാറുവിൻ്റെ ഫാദറിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദ ഫാം ഈസ് മൈ ഹോം. ഈ ഫാം എന്താണ്? എൻ്റെ ഹോമാണ്. ഡിയർ, ഐ എം ക്വൈറ്റ് ഫൈൻ ഹിയർ. ഞാനിവിടെ എന്താണ്? ഫൈനാണ്, എനിക്കിവിടെ സുഖമാണ്. ഈ ഒരു ചൂട് എന്നെ തളർത്തില്ല എന്നൊക്കെ ആര് പറയാണ്? നമ്മുടെ യെച്ചു അമ്മ പറയാണ്. സോ ഇതിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് ദ ഫാം വാസ് ഹർ ഹോം. വൈ ഡിഡ് ഷീ സേ സോ? എന്തുകൊണ്ടാണ് ഈ യെച്ചു അമ്മ ഈ ഫാം അവരുടെ വീടാണ് എന്ന് പറയാൻ കാരണം? ദിസ് ഈസ് ദ ലാസ്റ്റ് പേജ് ഓഫ് ദി സ്റ്റോറി. ഹർ പാറു ഈസ് ലേയിങ് ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, നമുക്കിനി ബാക്കി സ്റ്റോറി നോക്കാം. ദ ഡേയ്സ് എക്സ്പീരിയൻസ് മൂവ്ഡ് പാറു ഡീപ്ലി. ആ ദിവസത്തെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പാറുവിനെ ആഴത്തിൽ സ്വാധീനിച്ചു. ഡീപ്ലി എന്ന് പറഞ്ഞാൽ ആഴത്തിൽ. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേയ്സ് ഓഫ് ഫാമിംഗ്. പുതിയ കൃഷി രീതികളെക്കുറിച്ചൊക്കെ അവൾ അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കി. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. കൃഷിക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവൾ ഇന്ന് മനസ്സിലാക്കി. അവെയർ, ബോധവതിയായി എന്നുള്ള മീനിങ് ആണ് അവെയർ. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബിനീത്ത് ഹർ ഫീറ്റ്. അവളുടെ ഫീറ്റ്, പാദത്തിൻ്റെ ബിനീത്ത്, അടിയിൽ, താഴെയുള്ള മദർ എർത്തിൻ്റെ സാന്നിധ്യം അവൾക്ക് എന്തായി? വാംത്ത്, ചൂട് അല്ലേ? എർത്തിൻ്റെ ആ ഒരു മദർ എർത്തിൻ്റെ ചൂട് അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി, അനുഭവിച്ച് അറിയാൻ കഴിഞ്ഞു. ഫോർ എ മൊമെൻറ്റ്, കുറച്ച് സമയത്തേക്ക് ഷീ തോട്ട് ഓഫ് ഹർ മദർ. അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഷീ ഫെൽറ്റ് ഹർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹർ. അവളുടെ അമ്മയുടെ സാന്നിധ്യം അവൾക്ക്, പ്രസൻസ് എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, ബിസൈഡ് ഹർ, അമ്മ അവളുടെ അരികിലുണ്ട് എന്നവൾക്ക് തോന്നി. ഷീ ലേ ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ എ മദേഴ്സ് ലാപ്പ്. അമ്മയുടെ മടിയിൽ കുട്ടികൾ കിടക്കുന്നത് പോലെ അവൾ എവിടെ കിടന്നു? തറയിൽ, നിലത്ത്, ഗ്രൗണ്ടിൽ അവൾ കിടന്നു. അമ്മയുടെ മടിയിൽ. ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിയിൽ കുട്ടികൾ കിടക്കുന്നത് പോലെ നമ്മുടെ പാറു കിടക്കുകയാണ്. അത് ആ പിക്ചറാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അഡാപ്റ്റർ ഫ്രം ദ നോവൽ നഷ്ടസ്മൃതിയുടെ കാലം എന്ന് പറയുന്ന നോവലിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച ഈ സ്റ്റോറി. ഓക്കെ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക് മറ്റൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുക. അതാണ് ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ.